നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി നടക്കാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ക്ലാസ് ആണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് SCERT സിലബസിലെ പാഠപുസ്തകത്തിലെ ഒരു ഭാഗമാണ്. അതായത് 10th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട പാഠഭാഗം. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. നോക്കുക, എഡിറ്റ് ദ മാർക്ക് എറേഴ്സ് ഇൻ ദ ഫോളോയിങ് പാസേജ്. എഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു പാസേജ് തന്നിട്ടുണ്ട്. അവിടെ ഇങ്ങനെ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആ മാർക്ക് കൊടുത്തിരിക്കുന്ന എറർ എഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇറ്റ് സീംഡ്. ഇവിടെ വായിച്ചപ്പോഴേ നമുക്ക് മനസ്സിലായി ഇത് എന്താണ് പാസ്റ്റ് ടെൻസിലെ കാര്യം നമ്മൾ പറഞ്ഞു വരുന്നത്. സീംഡ്. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ മനസ്സിൽ ധരിക്കുക. ദാറ്റ് ദ ഡയറക്ടർ കുഡ്. വീണ്ടും കുഡ്. അപ്പോൾ വീണ്ടും നമ്മൾ ഉറപ്പിച്ചു പാസ്റ്റ് ടെൻസ് തന്നെയാണ്. പിന്നെ വന്നിരിക്കുന്നത് മേഡാണ്. ഈ കുഡ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഒരു മോഡൽ ആക്സറി ആണല്ലോ, അല്ലേ? മോഡൽ ആക്സറി ആണ്. അങ്ങനെ മോഡൽ ആക്സറിക്ക് ശേഷം നമ്മൾ എന്ത് എഴുതാൻ പാടുള്ളൂ? V1 ഫോമേ എഴുതാൻ പാടുള്ളൂ. എന്ത് എഴുതാൻ പാടുള്ളൂ? V1 ഫോം. എന്നാൽ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? V2 ആണ് ഇവിടെ വന്നിരിക്കുന്നത്, മെയ്ഡ്. അപ്പം നമുക്കിവിടെ കറക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? മേക്ക് എന്നാണ് എഴുതേണ്ടത്. അത് V1 ഫോം ഏതാണ്? മേക്ക്. ഇപ്പോൾ ഇവിടെ മേക്ക് എന്നായിരുന്നു വരേണ്ടിയിരുന്നത്. ഇപ്പോൾ കുഡ് മേക്ക്. ലാസി ഡു ജസ്റ്റ് അബൌട്ട് നത്തിങ്. ഇനി അടുത്തത് ദീസ് ട്രെയിൻ ഡോഗ്സ്. ഡോഗ്സ് എന്ന് വന്നു. ഡോഗ്സ് എന്ന് വന്ന സ്ഥിതി അത് പ്ലൂറലാണ്. വാസ് അല്ല. പിന്നെ എന്താണ് വേണ്ടുന്നത്? വേർ ആണ് ഇവിടെ വേണ്ടത്. ഇവിടെ എന്താണ്? വേർ. ഓക്കെ, വേർ ആണ് വേണ്ടത്. ഫേമസ് സ്റ്റാർസ് ഇൻ ദെയർ ഓൺ റൈറ്റ്സ് ആൻഡ് ദ മണി ദേ ഏൺഡ് വാസ് നോ ലെസ് ദെൻ എന്നല്ല നമ്മൾ പറയുന്നത്. പിന്നെ എങ്ങനെ പറയുന്നത്? ലെസ് ദാൻ എന്നാ പറയുന്നത്. ഇതാണ് ലെസ് ദാൻ. വാട്ട് എ റിയൽ ഫിലിം സ്റ്റാർസ് അല്ല, കാരണം ഇവിടെ എ എന്ന് പറയുന്നുണ്ട്. വാട്ട് എ റിയൽ ഫിലിം സ്റ്റാർ എന്ന് മതി. ഗോട്ട്. അപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ മേഡ് മേക്കാവുന്നു, ഇവിടുത്തെ വാസ് വേറാകുന്നു, ഇവിടുത്തെ ദെൻ ദാൻ ആകുന്നു, ഇവിടെ ഫിലിം സ്റ്റാർസ് എന്നുള്ളത് സ്റ്റാർ മാറ്റി, കാരണം ഇവിടെ എ വന്നതുകൊണ്ട്. അപ്പം ഇങ്ങനെയാണ് ഈ ആക്ടിവിറ്റി നമ്മൾ, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പ്രിപ്പോസിഷനും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആർട്ടിക്കിൾസും ഒക്കെ ആയി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് യൂസിങ് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദ ബ്രാക്കറ്റ്സ്. ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇവിടെ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ഫ്രം നോവെയർ അപ്പിയേർഡ് ഡാഷ് ലിറ്റിൽ ഡ്വാർഫ്. ഈ ഡ്വാർഫിനെ കുറിച്ച് വിശേഷിപ്പിക്കുകയാണ്. ഇപ്പം ലിറ്റിലിൻ്റെ കൂടെ ഒരു ലിറ്റിൽ എന്ന് വെച്ചാൽ ചെറുതെന്ന അർത്ഥത്തില്ല, ഒരു ചെറിയ ഡ്വാർഫ്. ഡ്വാർഫ് എന്ന് പറഞ്ഞാൽ തന്നെ കുള്ളൻ എന്നർത്ഥം. അതൊന്നൊരു വിശേഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ലിറ്റിൽ ഉപയോഗിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ അവിടെ എന്താ വേണ്ടത്? എ ആണ് വേണ്ടത്. അതാണ് എ. അപ്പോൾ ഫ്രം നോവെയർ അപ്പിയർഡ് എ ലിറ്റിൽ ഡാർക്ക് ഫോളോഡ് ഡാഷ് അനദർ മാൻ. ഫോളോഡ് എന്ന് പറഞ്ഞ V3 ശേഷം പിന്നെ ഒരു നൗണോ അല്ലെങ്കിൽ ഒബ്ജക്റ്റോ ഒക്കെ വരികയാണെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് എന്താ വരേണ്ടത്? ബൈ ആണ് വേണ്ടത്. അതാണ് ബൈ. ഓക്കെ, ഫോളോഡ് ബൈ അനദർ മാൻ ക്യാരിങ് എ ഹെയർ ഡോഗ് സ്കിൻ. ദെൻ ടു മൈ പെർഫെക്റ്റ് അമേസ്മെന്റ്. ഇനി ഇവിടെ പറഞ്ഞ ഡാർഫിനെ നമ്മൾ ഒന്നും കൂടെ പറയുക. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഏത് ആർട്ടിക്കിളാണ് ഉപയോഗിക്കേണ്ടത്? അത് നേരത്തെ പറഞ്ഞൊരു കാര്യത്തെ നമുക്ക് വീണ്ടും പറയേണ്ടി വരുന്ന സാഹചര്യത്തിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇത് ദ എന്നുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അപ്പോൾ അതാണ് ഇവിടെ വേണ്ടത്. ദ. ഓക്കെ, ദ. അമേസ്മെന്റ് ദ ഡാർഫ് വെന്റ് ഡൗൺ ഓൺ ഓൾ ദ ഫ്ലോർസ് ഓൺ എ ചാക്ക് മാർക്ക് ഡാഷ് ദ ഫ്ലോർ. ഫ്ലോർ എന്ന് വെച്ചാൽ തറയെന്നാണല്ലോ അർത്ഥം. അപ്പം അങ്ങനെ ആകുമ്പോൾ ഫ്ലോറിൽ എന്ന് പറയുമ്പോൾ തറയെന്നാണ് അർത്ഥം. അങ്ങനെ ആകുമ്പോൾ തറയെന്ന് പറയുമ്പോൾ തറയുടെ മുകളിൽ എന്ന അർത്ഥത്തിൽ വരുമ്പോൾ നമ്മൾ ഏത് പൊസിഷൻ ഉപയോഗിക്കേണ്ടത്? ഇന്നാണോ? അല്ല. പിന്നെ എന്താ ഉപയോഗിക്കേണ്ടത്? ഓൺ ആണ് ഉപയോഗിക്കേണ്ടത്. ഓൺ ദ ഫ്ലോറിനെ പറയത്തുള്ളൂ. ജസ്റ്റ് ലൈക്ക് ഡാഷ് അനിമൽ. ഇവിടെ അനിമൽ ഒരു മൃഗത്തെ പോലെ, ഒരു മൃഗത്തെ പോലെ എന്നാണ് പറയേണ്ടത്. ഒരു എന്നുള്ള സംഭവമാണ് ഇവിടെ വരേണ്ടത്. ഇവിടെ നോക്കാം, ഒരു എന്ന് നമുക്ക് എയും ആന ഉപയോഗിക്കാം. ഓക്കെ, എന്നാൽ ഇവിടെ നോക്കുമ്പോൾ അനിമൽ എന്നും പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അനിമലിൻ്റെ ആദ്യത്തെ ആ വേർഡിൻ്റെ ആദ്യത്തെ ഭാഗം ഉച്ചരിക്കുന്നത് എങ്ങനെയാണ്? ആ എന്നും പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ എ എന്ന് പറയുന്ന അക്ഷരമാണ് വന്നിരിക്കുന്നത്. അത് വവൽസിൽ പെടുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ അവിടെ നമ്മൾ ആൻ ആണ് ഉപയോഗിക്കുന്നത്.
ആൻ അനിമൽ. ഓക്കെ, അപ്പം എങ്ങനെയായി? ഫ്രം നോവെയർ അപ്പിയർഡ് എ ലിറ്റിൽ ഡാർക്ക് ഫോളോഡ് ബൈ അനദർ മാൻ ക്യാരിങ് എ ഹെയറി ഡോഗ് സ്കിൻ. Then to my perfect amazement the dwarf went down on all the fours on a chalk marker on the floor just like an animal എന്നാണ് വരിക. അപ്പം ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പം നമുക്ക് റിപ്പോർട്ട് ദ ഫോളോയിങ് എന്ന് വെച്ചാൽ നമ്മുടെ റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യം ഈ പാഠപുസ്തകത്തിൽ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. രണ്ടുപേർ ഡയലോഗ് കൊടുത്തിട്ടുണ്ട്. നോക്കാം. ഹിച്ച്കോക്ക് ഇതിൻ്റെ ഡയലോഗാണ് ഹൗ മെനി റാവൻ ഹാവ് യു ബ്രോട്ട്. ഒരു ചോദ്യമാണ്. അതിന് ഉത്തരമായിട്ട് ദ മാൻ ഐ ഹാവ് ബ്രോട്ട് 100. ഇങ്ങനെ രണ്ട് ഡയലോഗ് തന്നിട്ടുണ്ട്. 100 റാവൻസ് അല്ലേ ഇങ്ങനെ തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ട് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. എന്താണ്? വാട്ട് ഡിഡ് ഹിച്ച്കോക്ക് ആസ്ക് ദ മാൻ. അപ്പം നമ്മളെങ്ങനെ എഴുതാം? ഹിച്ച്കോക്ക് ആസ്ക്ഡ് ദ മാൻ എന്നെഴുതി വേണം നമ്മൾ എഴുതാൻ. കാരണം ഹിച്ച്കോക്ക് എന്താണ് ചോദിച്ചതല്ലേ. അപ്പം ഹിച്ച്കോക്ക് ആസ്ക്ഡ് എന്ന് പറയാം. കാരണം ഈ ഡിഡും ആസ്ക് കൂടെ ചേർന്ന് ആസ്ക്ഡ് എന്നാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെ ആയിരിക്കണം? ഹിച്ച്കോക്ക് ആസ്ക്ഡ് ദ മാൻ. ഇനി ചോദിച്ച കാര്യം എന്ത്? ഇവിടെ എന്താ ചോദിച്ചത്? ഹൗ മെനി റാവൻ ഹാവ് യു ബ്രോട്ട് എന്ന്. ഈ ഇൻട്രോഗേറ്റീവ് സെൻസ് എങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത്? ഒരു ക്വസ്റ്റ്യൻ വേർഡിലാണ് തുടങ്ങിയിരിക്കുന്നത്. എന്താണത്? ഹൗ മെനി റാവൻ എന്നുള്ളതല്ല തുടങ്ങിയിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഫ്രേസ് നമുക്ക് പറയും. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ തുടങ്ങാൻ. ഇവിടെ എഴുതിയതിനു ശേഷം ഇങ്ങനെ ഹിച്ച്കോക്ക് ആസ്ക്ഡ് ദ മാൻ ഹൗ മെനി റാവൻ അങ്ങനെ എഴുതുക. എഴുതിയതിനു ശേഷം ബാക്കിയുള്ളവ ഏതാ? ഹാവ് യു ബ്രോട്ട് എന്ന് പറഞ്ഞ് ഈ ഭാഗത്തെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരിക. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഭാഗത്തെ എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റണം. ഇത് ഇൻട്രോഗേറ്റീവ് സ്റ്റൈലിൽ കിടക്കുകയാണ്. നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റണം. എന്ന് വെച്ചാൽ S+V+O മാറ്റണം. ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണ്? യു ആണ്. ഇനി ഇവിടുത്തെ വെർബ് എന്ന് പറയുമ്പോൾ ഏതാ? ഹാവ് ബ്രോട്ട് ആണ്. ഹാവ് ബ്രോട്ട്. ഈ യു ഹാവ് ബ്രോട്ട് എന്നുള്ളതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ഈ യു എന്നിവിടെ ഉദ്ദേശിക്കുന്ന ആരെയാണ്? ഈ വ്യക്തിയാണ്. അപ്പോൾ ഹീ എന്ന് വരും. ഇവിടെ ഹീ എന്ന് വരണം. ഇനി ഹാവ് ബ്രോട്ട് എന്ന് പറയുന്നത് ഏത് ടെൻസ് ആണ്? പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെ ആയിരിക്കും? ഹിച്ച്കോക്ക് ആസ്ക്ഡ് ദ മാൻ ഹൗ മെനി റാവൻ ഹി ഹാഡ് ബ്രോട്ട് എന്ന് വരണം. ഇങ്ങനെ ഹൗ മെനി റാവൻ ഹി ഹാഡ് ബ്രോട്ട് എന്നാണ് വരിക. അപ്പോൾ അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ഡിഡ് ദ മാൻ റിപ്ലൈ. അതിന് ആ വ്യക്തി എന്താണ് പറഞ്ഞത്? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ദ മാൻ റിപ്ലൈഡ്. കാരണം ഈ ഡിഡും റിപ്ലൈയോടെ ചെന്ന് റിപ്ലൈഡ് എന്നാവും. അപ്പം ദ മാൻ റിപ്ലൈഡ് ദാറ്റ് ഈ കിടക്കുന്നത് റിപ്പോർട്ട് ചെയ്യുക. അയാൾ എന്താ പറഞ്ഞത്? ഐ ഹാവ് ബ്രോട്ട് 100 റാവൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഐ ഹാവ് ബ്രോട്ട് ഐ എന്തായി മാറണം? ഹീ ആവണം. കാരണം ഇവിടെ ഐ എന്ന് ഉദ്ദേശിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ നമ്മൾ ഹീ എന്ന് എഴുതുക. അതിനുശേഷം ഹാവ് ബ്രോട്ട് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കണം. ഹാഡ് ബ്രോട്ട് 100 റാവൻസ്. അപ്പോൾ അങ്ങനെ ഒരു ആൻസർ ദ മാൻ റിപ്ലൈഡ് ദാറ്റ് ഹി ഹാഡ് ബ്രോട്ട് 100 റാവൻസ് എന്ന് വരും. ഓക്കെ, ഇത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെ ഉള്ളൂ. ചോദ്യം വ്യത്യസ്ത ശൈലി വന്നേ ഉള്ളൂ. ഇതുപോലെ ഡയലോഗൊക്കെ വന്നിട്ട് രണ്ട് ചോദ്യം വന്നിട്ട് ആ ചോദ്യത്തിന് നമ്മൾ ആൻസർ എഴുതണം. ആ ചോദ്യത്തിന് ആൻസർ എഴുതുക കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദിസ് ഡോഗ്സ് ആക്ടിങ് വാസ് മോർ ഇംപ്രസീവ് ദാൻ എ ഹ്യൂമൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സെന്റൻസ് തന്നിട്ടുണ്ട്. നമ്മളവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഐഡന്റിഫൈ ദ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ. സബ്ജക്റ്റ് പൊസിഷനിലെ നൗൺ ഫ്രേസിനെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നൗൺ ഫ്രേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഫ്രേസ് എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, വാക്കുകളുടെ കൂട്ടമാണ്. ഈ നൗൺ ഫ്രേസ് എന്ന് വെച്ചാൽ എന്താ? നൗൺ ഉൾപ്പെടുന്ന ആ ഫ്രേസിലൊരു നൗൺ ഉണ്ടാവും. അങ്ങനെ ഉൾപ്പെടുന്ന ഒരു ഫ്രേസിനെയാണ് നമ്മൾ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. അത് സബ്ജക്റ്റ് പൊസിഷനിലും വരാം, ഒബ്ജക്റ്റ് പൊസിഷനിലും വരാം ഒരു സെന്റൻസിന്റെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സബ്ജക്റ്റ് പൊസിഷനിലെ നൗൺ ഫ്രേസിനെ കണ്ടെത്താൻ. അപ്പോൾ നമ്മൾ സബ്ജക്റ്റിലേക്ക് വരണം. സബ്ജക്റ്റിനെ കണ്ടെത്തുന്നത് എങ്ങനെയാ? വെർബിന് തൊട്ട് മുമ്പ് വരുന്നതാണ് സബ്ജക്റ്റ്. നോക്കുമ്പോൾ ദിസ് ഡോഗ്സ് ആക്ടിങ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ആ സബ്ജക്റ്റ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഒരു ഫ്രേസ് രീതിയിലല്ലേ വന്നിരിക്കുന്നത്. എങ്ങനെ? ദിസ് ഡോഗ്സ് ആക്ടിങ് വാക്കുകളുടെ കൂട്ടമാണ്. അതുകൊണ്ട് തന്നെ അത് ഫ്രേസ് ആണ്. ഇനി അതിനകത്ത് നൗൺ ഉണ്ടോ? ഉണ്ട്. ഏതാ? ആക്ടിങ്. അങ്ങനെ ഈ ഫ്രേസിൽ ഒരു നൗൺ വന്ന സ്ഥിതിക്ക് നമുക്ക് ഇനി എന്തെന്ന് വിളിക്കാം? നൗൺ ഫ്രേസ് എന്ന് വിളിക്കാം.
അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഇവിടുത്തെ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഡോഗ്സ് ആക്ടിങ് എന്ന് പറയുന്ന ഇത്രയും ഭാഗമാണ് ഇവിടുത്തെ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ സബ്ജക്റ്റ് പൊസിഷനിൽ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത് ദിസ് ഡോഗ്സ് ആക്ടിങ് ആണ്. നൗൺ ഫ്രേസ് എന്ന് വെച്ചാൽ എന്താണ്? നൗൺ ഉൾപ്പെടുന്ന ഫ്രേസ്. ഈ ഫ്രേസിനകത്ത് നൗൺ ഉണ്ട്. ഏത്? ആക്ടിങ്. അത് ജറണ്ടാണ്. ആക്ടിങ് അതൊരു ഫ്രേസിനകത്താണ് വന്നിരിക്കുന്നത്. ആ ഫ്രേസുകളാണ് ദിസ് ഡോഗ്സ് ആക്ടിങ് എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ ഫ്രേസിനെ നമുക്ക് എന്ത് വിളിക്കാം? നൗൺ ഫ്രേസ് എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടുത്തെ നൗൺ ഫ്രേസ് ദിസ് ഡോഗ്സ് ആക്ടിങ് ആണ്. ഇനി അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ ഹെഡ് നൗൺ ഇൻ ദ സബ്ജക്ട് നൗൺ ഫ്രേസ്? ഈ സബ്ജക്റ്റിലെ നൗൺ ഫ്രേസിലെ ഹെഡ് നൗൺ എന്താണ്? എന്നുവെച്ചാൽ എന്താ? ഹെഡ് നൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പറയുന്ന നൗൺ, ആ ഫ്രേസിൽ പെടുന്ന നൗൺ ഏതെന്നാണ് ചോദ്യം. അതേതാണ്? ഈ ആക്ടിങ്. അപ്പോൾ ഇവിടുത്തെ നൗൺ ഫ്രേസ് ദിസ് ഡോഗ്സ് ആക്ടിങ്ങും അതിനകത്തെ ഹെഡ് നൗൺ എന്ന് പറയുന്നത് ആക്ടിങ്ങുമാണ്. അപ്പം എ എന്ന് പറയുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ദിസ് ഡോഗ്സ് ആക്ടിങ്ങും വാട്ട് ഈസ് ദ ഹെഡ് നൗൺ ഇൻ ദ സബ്ജക്ട് നൗൺ ഫ്രേസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഉത്തരം ആക്ടിങ്ങുമാണ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത് നോക്കുക. ഗൂപ്പി ഹു ഈസ് ബാനിഷ്ഡ് ബൈ ദ കിങ് വാണ്ടേഴ്സ് ഇൻ ദ ഫോറസ്റ്റ്. ഒരു സെന്റൻസ് വന്നിട്ട് നമ്മളോട് പറയാണ് ഐഡന്റിഫൈ എ റിലേറ്റീവ് ക്ലാസ്. റിലേറ്റീവ് ക്ലാസ് ഐഡന്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ ഐഡന്റിഫൈ എ പ്രിപ്പോസിഷണൽ ഫ്രേസ്. അപ്പോൾ നമുക്ക് ആ റിലേറ്റീവ് ക്ലാസിനെ കണ്ടെത്താം. റിലേറ്റീവ് ക്ലോസ് എന്ന് വെച്ചാൽ എന്താ? റിലേറ്റീവ് പ്രൊനൗൺ വന്നിരിക്കുന്ന ക്ലോസിനെയാണ് നമ്മൾ റിലേറ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം റിലേറ്റീവ് പ്രൊനൗണെ കണ്ടെത്തണം. നമുക്കിവിടെ ഹൂ ഉണ്ട്. ഇതാ റിലേറ്റീവ് പ്രൊനൗൺ. ആ റിലേറ്റീവ് പ്രൊനൗൺ ഉൾക്കൊള്ളുന്ന ക്ലോസ് എന്ന് പറയുന്നത് എവിടെ വന്ന് നിൽക്കും? ആണ്ട് ഇവിടെ വന്ന് നിൽക്കും. അപ്പോൾ ഇത്രയുമാണ് ഇവിടുത്തെ റിലേറ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. അതായത് ഹൂ ഈസ് ബാനിഷ്ഡ് ബൈ ദ കിങ്. ഇതാണ് ഇവിടുത്തെ റിലേറ്റീവ് ക്ലോസ്. ഇനി പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണെന്ന് ചോദിച്ചാൽ നമ്മൾ മുമ്പ് നൗൺ ഫ്രേസ് എന്താന്ന് പറഞ്ഞു. എന്താ നൗൺ ഫ്രേസ്? നൗൺ ഉൾപ്പെടുന്ന ഫ്രേസിനെ നമ്മൾ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. അതുപോലെ പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്തായിരിക്കും? ഒരു പ്രിപ്പോസിഷൻ ഉൾപ്പെടുന്ന ഫ്രേസിനെ നമ്മൾ പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്ന് പറയും. അതായത് അത് പ്രിപ്പോസിഷനിൽ തുടങ്ങണം. ഇവിടുത്തെ പ്രിപ്പോസിഷൻ ഏതാ? ഇന്നാണ്. അതിൽ തുടങ്ങി വന്നിരിക്കുന്ന ഏതാ? ഇൻ ദ ഫോറസ്റ്റ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രിപ്പോസിഷണൽ ഫ്രേസ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ SCERT സിലബസ് ബേസ്ഡ് ഇന്നത്തെ ഈ പറയുന്ന ക്ലാസ്സിൽ നമ്മൾ ഈ 5 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇത് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. ഇനിയും നമ്മൾ ഇതുപോലുള്ള SCERT ബേസ്ഡ് ക്ലാസ്സുമായി വരുന്നതായിരിക്കും. എൻ്റെ ക്ലാസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ഇത്തരത്തിലുള്ള SCERT സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.